മലയാളികളുടെ കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ സാഹചര്യങ്ങളാണ്. നമ്മൾ വളർന്ന് ജനിച്ച് വീഴുന്ന സിറ്റുവേഷൻസ് ആണ് ഒരു മനുഷ്യൻ്റെ കരിയറിനെ ഫിക്സ് ചെയ്യുന്ന ആദ്യത്തെ ഘടകം. പണ്ട് കാലത്ത് അത് തിരുത്തുവാനുള്ള അവസരം നമുക്കുണ്ടായിരുന്നില്ല. അന്നത്തെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ചേ പറ്റത്തുള്ളൂ. വീടിനടുത്തൊരു ഗവൺമെൻറ് സ്കൂൾ ഉള്ളതുകൊണ്ടും എൻ്റെ വീട്ടിൽ എല്ലാവരും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതുകൊണ്ടും എന്നെയും ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തി. അല്ലെങ്കിൽ വീടിനടുത്ത് ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു തൊഴിൽ സംസ്കാരമോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആ കുട്ടികൾ ആ ലെവലിലേക്ക് വളർന്നു വരുന്ന സാഹചര്യം പണ്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നത്, ഇപ്പോഴും ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട, അതായത് നാട്ടിക, തൃപ്രയാർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തിനോട് അനുബന്ധമായി കിടക്കുന്ന ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഈ നാട്ടിക പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൾഫ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ കുഞ്ഞുങ്ങളുടെ ഒരു ആലോചന എന്ന് പറയുന്നത് നാളെ ഒരു +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗൾഫിലേക്ക് പോവുക, സെറ്റിൽഡ് ആവുക. നമ്മൾ കേരളത്തിലെ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രെൻഡ് കാണാൻ സാധിക്കും. മലബാർ മേഖലയിലേക്ക് വരുമ്പോൾ കൂടുതൽ ആളുകളും ബിസിനസ്സിലേക്കും അതുപോലെ തന്നെ പ്രാദേശികമായ ജോലികളിലേക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളിലേക്കൊക്കെയാണ് കൂടുതലും കുട്ടികളും. ഇന്നത്തെ നമ്മുടെ സമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു ഗൾഫ് ചായ്വ്, ഈവൻ മലപ്പുറത്തിൻ്റെ പകുതി മേഖല, കോഴിക്കോടിൻ്റെ ഒരു വിഭാഗമൊക്കെ ഗൾഫ് മേഖലയിലേക്കുള്ളൊരു ചായ്വ് കൂടുതലായിട്ട് കാണും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുക. അതേസമയം നിങ്ങൾ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും പാരാമെഡിക്കൽ, നഴ്സിംഗ്, അനുബന്ധമായിട്ട് മെഡിക്കൽ സംബന്ധമായ കോഴ്സുകൾ പഠിക്കുക, നേരെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ മൈഗ്രേറ്റ് ചെയ്യുക. കൊല്ലം, തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഡിഗ്രിക്ക് പോവുക, അതിൻ്റെ ഒപ്പം തന്നെ PSC, UPSC കോച്ചിങ്ങിന് ശ്രമിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതായത് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം, സിറ്റുവേഷൻസ് നമ്മുടെ കരിയറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഡോക്ടറുടെ മകൻ ഡോക്ടർ ആവുന്നു, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആവുന്നു, ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളുടെ മകൻ ആ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായി അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു മേഖലയിലേക്കോ തള്ളപ്പെടുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കാലഘട്ടം മാറി. നമ്മൾ എല്ലാവരും ഇന്ന് മുന്നോട്ട് പോകുന്ന Industry 4 റെവല്യൂഷനിലൂടെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ജനറേറ്റീവ് ലാംഗ്വേജസിൻ്റെ ഒക്കെ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കിപ്പോൾ ഉണ്ട്. എന്നിട്ട് പോലും നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.